ഒരു മിനിറ്റ്, എൻ്റെ കാസറ്റാണല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു സംസാര വിഷയം. ഇൻസ്റ്റ തുറന്ന പുള്ളിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു സംതൃപ്തി നൽകിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പഴയ ശത്രുക്കളൊക്കെയാണ് ആളുടെ വീഡിയോസിൽ കയറി കളിക്കുന്നത് കാണുമ്പോൾ ഒരു സമാധാനം. നമ്മളന്നൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കർമ്മയ്ക്ക് വിട്ടുകൊടുത്തു, കർമ്മ ആക്ട് ചെയ്തു. ഐ തിങ്ക് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് ടു സീ മൈ ഓൾഡ് എനിമീസ് ഓൺ ഹിസ് വീഡിയോസ് ആൻഡ് അവർ എയറിൽ കടന്ന് കളിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ നോക്കേണ്ട ഒരവസ്ഥ ഭയങ്കര സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് മനസ്സിൽ. പണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോ ക്രിമിനൽസിൻ്റെ പല ഫോട്ടോസൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ വിചാരിക്കും വി ക്യാൻ ഡു മോർ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ക്രിമിനലിൻ്റെ ഫോട്ടോ നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഫാമിലി, ഫ്രണ്ട് സർക്കിൾ ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളായി മാറുകയാണ്. നമ്മളെ എന്താ പറയുക, കാര്യം അവർ ക്രിമിനൽസ് ആണെങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ അവരവരുടെ മക്കളെ അല്ലെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യാനേ നോക്കത്തുള്ളൂ. അപ്പോൾ നമ്മളവരുടെ ശത്രുക്കളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഘട്ടത്തിൽ എല്ലാം ഒന്ന് ഒതുങ്ങി കഴിയുന്ന സമയത്ത് അവർ തിരിച്ചടിക്കും. അത് എനിക്കൊരു പേഴ്സണലി ഒരു അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരു സൈബർ അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് നമ്മളെന്തും നേരിടാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷേ നമ്മുടെ ഫാമിലീസിനെ അവർ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഫാമിലീസിനെ ബാധിച്ച് കഴിയുമ്പോൾ നമുക്ക് ചില സിറ്റുവേഷനിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും വിട്ട് കളയേണ്ടി വന്നിട്ടുണ്ട്, വിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഇപ്പോൾ എയറിൽ കിടന്ന് കളിക്കുന്നത്. ഹക്കീം ബ്രോ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെയാണ് നമ്മുടെ നാടിന് ആവശ്യം. അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് പലരാലും കണ്ണടച്ച് മായ്ക്കപ്പെട്ട് കളഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെളിഞ്ഞു വരട്ടെ, ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇനിയും ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു ഭാഗമാവാനും സാധിക്കട്ടെ. ആരും നമ്മുടെ നല്ലതൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ പേഴ്സണലി ഞാൻ ഒരുപാട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ചില വീഡിയോസൊക്കെ ഒരുപാട് പേര് ഷെയറൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു അച്ചീവ്മെൻ്റായിട്ട് തോന്നുന്ന കാര്യം, ഫോർ എക്സാമ്പിൾ ഇന്നലെ കേരള പോലീസിൻ്റെ ഒരു കൊളാബ്. അതൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് നമുക്ക് കേരള പോലീസിൻ്റെ പേജിലൊരു കൊളാബ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് അല്ലേ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേർ മാത്രമേ അത് സ്റ്റോറിയൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലാത്തവർ അത് കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കാമെന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യം കാണുമ്പോൾ ഐ വിൽ നെവർ ഫീൽ ഡിസപ്പോയിൻറ്റഡ്. ബിക്കോസ് അതൊരു ഫാക്റ്റാണ്. നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആരും സപ്പോർട്ട് ചെയ്യില്ല, നമ്മുടെ കോണ്ടൻസിൽ എന്തെങ്കിലും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഫാക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ.